പ്രിയമേ നീയൊഴികെ സാന്ത്വനമേകാൻ തണൽ വേറെ ഇല്ല ജലാലേ നീയൊഴികെ അഭയസ്ഥാനം ഒരു വേറെ കൈകൾ കൂപ്പിടാം സദയം ഞാൻ നിന്നിൽ ശിരസ് നമിച്ചിടാം സദയം ഞാൻ നിന്നിൽ എല്ലാം അറിയും നാഥാ എന്നിൽ ഗുണവും നൽകും നാഥാ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ വർത്താനം? കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട്. വീഡിയോ കുറേ ഉണ്ടിട്ട് നമ്മൾ എടുത്തു വെച്ചത് ആടിലേക്കും വരകണതും ഒക്കെ ഉണ്ട് വരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഓരോന്നും എഡിറ്റ് ചെയ്തിട്ട് ഒഴിവിനനുസരിച്ച് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇന്നുള്ള വീഡിയോ നമ്മളെ നട്സിലേക്കും വരകിൻ്റെ അന്നത്തെ രാത്രിക്കത്തെ ബാക്കിയുള്ള വീഡിയോസാണ്. അപ്പോൾ അതാണ് എഡിറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ട് വേണം ഗാലറി ഒന്നാണ് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ആ പുതിയ വീഡിയോസ് ഇറക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓരോ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2 ആൾക്കാർക്ക് അയച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു ചെറിയൊരു കാരണമുണ്ട്. നമ്മളെ പോസ്റ്റ് ഓഫീസിൽ എന്തോ ഒന്ന് രണ്ടെണ്ണം ലീക്കായിട്ട് മടങ്ങിക്കണമെന്നൊരു പേര് കേൾക്കാണ്ട്. അപ്പോൾ പാക്കിങ് ഒന്നും കൂടി ഉഷാറാക്കണം ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിളിച്ചിക്കണ്. അപ്പോൾ ഏതാണെന്നുള്ളത് മടങ്ങിക്കണമെന്നുള്ളത് ആരെ അഡ്രസ്സാണെന്നുള്ളത് കിട്ടാത്തവർക്ക് നമുക്ക് ആ അഡ്രസ്സ് നോക്കിയാൽ അറിയും. ഇനി മഷിയൊക്കെ പരന്നിക്കണമെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിലും കിട്ടാത്തവർക്ക് നിങ്ങൾക്ക് വരും കേട്ടോ. ഞാൻ പാക്കിങ് ഒന്നും കൂടി ബോക്സൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് അയച്ചിട്ട് വരും കേട്ടോ. 2 ദിവസം കൊണ്ട് ശരി. അത്രയും നല്ല പാക്കിങ്ങും കവറിങ്ങും ഒക്കെയാണ്. അതിൻ്റെ മേലെ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് 1-2 ലീക്ക് വന്നാലും നമുക്ക് പരാതി വരും. അപ്പോൾ എന്താണ് പറയുക, അതിൻ്റെ മേലേക്ക് വലിയ കനല്ല സാധനങ്ങളൊക്കെ വെച്ചങ്ങാണ്ട് ഇക്കാരം ഓല് വിട്ടിട്ടുണ്ടാകുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബോക്സ് പിന്നെ ഇത് ചമ്പിയിട്ടുണ്ടാവും കുപ്പി. ഏതായാലും കാരണം നമുക്ക് പണി കിട്ടിയെന്ന മാതിരി അതിപ്പോൾ ഒരു ടെൻഷനാണ്. ഇപ്പോൾ 2 ദിവസം അയക്കാൻ പറ്റണില്ല. അപ്പോൾ ഒന്നും കൂടി തിങ്കളാഴ്ച മുതൽ നമ്മൾ അയക്കും കേട്ടോ. ഇന്നലെ മിഞ്ഞാന്നും അയക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കൂട്ടി ഞാൻ പറഞ്ഞുതരാ എന്തേ പറ്റുമോ. വളവ് ഇറക്കണില്ലല്ലോ. ആയിട്ടില്ല കൂട്ടാണ് ഇപ്പൊ എനിക്ക് അറിയേണ്ടത്. വേറെ പോയി കമ്പനി തുടങ്ങാനല്ലേ ഇങ്ങോട്ട് വരും. ഞാൻ തുടങ്ങൂല. ഇത്രയും കാര്യമായിട്ട് ഒരാൾക്കും ഞാൻ പണി കൊടുത്തില്ല. ഒരാൾക്ക് ഞാൻ പണി കൊടുത്തു. അതിന് 5 ദൈവം അവന്റെ കേസ് എത്ര പൈസ എടുത്താലും ഒരു വിഷയമില്ല. ഓനറിയാലും എത്ര പൈസ ഞാൻ എത്ര പൈസ എടുക്കാം. വെറും 10 റുപ്യ 10,000 വെറും 10 റുപ്യ. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ലേഖത്തിന്റെ കൂട്ടാണ്. വാപ്പു ആണെങ്കിലും തമാശ രൂപത്തിൽ ഇങ്ങോട്ട് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലേഖത്തിന്റെ കൂട്ട് ചോദിച്ചങ്ങാണ്ടുണ്ട്. ആ മരുന്ന് എത്ര കൂട്ടല്, ഈ മരുന്ന് എത്ര കൂട്ടല് എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് കുറെ വിളിച്ചിന് കേട്ടോ. ഒരാൾ എപ്പോഴും വിളിച്ചലുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ശരിക്കും മറുപടി കൊടുക്കണില്ല എന്ന് കണ്ടപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട്. ആ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് വെക്കട്ടോ. ഇനി അങ്ങനെ അന്വേഷിച്ചങ്ങാണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അടക്കം ഞാൻ വെക്കും കേട്ടില്ലേ. അത് കരുതിങ്ങാണ്ട് വിളിച്ചോളോണ്ടു. ഈ തിരക്കില്ല സമയത്ത് ഞാൻ എന്തൊക്കെ കൂട്ടണമെന്നില്ല. നിങ്ങൾക്ക് അറിയണ മാതിരി നിങ്ങൾക്ക് ഉണ്ടാക്കിങ്ങാണ്ട് കൊടുക്കാൻ വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യത്തിനാണെന്നൊക്കെ പറയണത്. വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യത്തിനാണെങ്കിൽ ഇപ്പം എന്നോട് ചോദിച്ചിട്ട് ചെയ്യണോ? അവനാൻ അറിയണ മാതിരി ചെയ്താൽ പോരെ. ഏത് വൈദ്യരെടുത്തു നിന്നാണ് മരുന്ന് വാങ്ങൽ ഇതൊക്കെ ചോദിക്കണം കേട്ടോ. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിക് ആക്കൂല. ഞാൻ കുറച്ചൊക്കെ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. ഞാനൊന്നും പറയില്ല. മരുന്നിൻ്റെ പേരും പറയില്ല, മരുന്ന് ഏതൊക്കെ കൂട്ടിയിരിക്കണമെന്നും പറയില്ല. പിന്നെ അതറിയാൻ വേണ്ടിയിട്ട് ചാരും വിളിക്കണ്ട. ചാനലിലെ സമയമല്ല നിങ്ങളോട് വർത്തമാനം പറഞ്ഞു തരാൻ. സമയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരൂല കേട്ടോ. ഇതിൽ എത്ര അനുസരിച്ച് ആ മരുന്ന് കൂട്ടണം, ഏത് മരുന്നൊക്കെ പേരും കാര്യം എന്തൊക്കെയെന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് ഞാൻ മെസ്സേജ് അയക്കും വേണ്ട, വിളിക്കുകയും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ അത് തൽക്കാലം പറഞ്ഞു തരാൻ കരുതിയിട്ടില്ല. അപ്പോൾ ആ ആവശ്യത്തിന് ഞാൻ വിളിക്കരുത്. ഞാൻ എന്താണ് ലേഖം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക. അതേപോലെ തന്നെ ലേഖത്തിന് ഓർഡർ തരാൻ വേണ്ടവർക്കും വിളിക്കുക. അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഞാനിതിൽ വെച്ചിരിക്കണത്. അല്ലാതെ ഞാൻ അതിൽ കൂട്ടണതും കാര്യങ്ങളും ഒക്കെ കൂടെ പബ്ലിക്കാക്കി പറഞ്ഞു തരാൻ കരുതിയിട്ടില്ല കേട്ടോ. അതിനാരും ഇങ്ങോട്ട് വിളിക്കണ്ട. അതാ വിളിക്കണവർക്ക് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയണത്. അല്ലാതെ ഇനി സാധാ വിളിച്ച് നല്ല രീതിയിൽ ഓരോ കാര്യം പറഞ്ഞു തരുന്ന താത്താമാരുണ്ട്. ഓരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. 1-2 താത്താമാരിച്ച് നല്ല നല്ല കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരലുണ്ട്. ലേഖത്തിൻ്റെ പിന്നെ കൂട്ടണ്ടതിനനുസരിച്ചായിക്കോട്ടെ, അതേമാതിരി പാക്കിങ്ങിനനുസരിച്ചായിക്കോട്ടെ, അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിച്ചതുകൊണ്ട്. അല്ലാതെ ഈ കുബുദ്ധി വിചാരിച്ചങ്ങാണ്ട് വിളിക്കണവരാരും വിളിക്കരുത്. താത്ത എന്താ വർത്താനം? പിന്നെ നമ്മൾ ലേഹം
കഴിച്ച് അൽഹംദുലില്ലാ നല്ല റിസൾട്ടാണ് ഉണ്ട്. നല്ല മാറ്റമുണ്ട്, ക്ഷീണത്തിന് നല്ല മാറ്റമുണ്ട്. അപ്പം നിങ്ങൾ ഒരു ബോട്ടിലും കൂടി ആക്കി കേട്ടോ. നിങ്ങൾ എന്താ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. അടിപൊളി ദേഹം. എൻ്റെ കുട്ടിക്ക് അതിന് എൻ്റെ ദേഹം ഇഷ്ടമായിരിക്കണത്. ഇനി ഇതിലൊരു 4-5 കിലോ വാങ്ങിക്കൊടുക്കട്ടെ. ഇതിമേലും നന്നാവുന്നൊരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. അവൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടേ മനസ്സറിഞ്ഞ് തിന്നണുണ്ട്. എൻ്റെ വലിയോടെ അവള് തീരെ തടിയില്ലല്ലോ. അവളെ കണ്ട എല്ലാവരും പറഞ്ഞിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തൂടെ. എന്ത് വാങ്ങിക്കൊടുത്താലും എൻ്റെ പൈസ പോകുന്നതിൻ്റെ കുറച്ച് തിന്നവളെ അതവിടെ ആക്കിയിടും. ഇത് വാങ്ങിക്കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടമായിട്ടാണ്. ഇത് നിങ്ങൾ എത്ര വാങ്ങി തന്നാലും ഞാൻ തിന്നുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിമ വിജയിക്കൊടിജ് ഷാറാണ് എൻ്റെ ലേഹം. ആർക്കും തിന്നാലും മടുക്കൂല. അടിപൊളിയാണ്. ധൈര്യമായിട്ട് വാങ്ങണവർക്കൊക്കെ. പറഞ്ഞോളൂ. ബിസ്മി ചൊല്ലിപ്പാര് നമ്മൾ ലേഖത്തിൽ വർക്കത്തുണ്ടാട്ടല്ല മെല്ലെ പാരിട്ടോ. ആ എങ്ങനെ ഇജ്ജ് വാപ്പോളെ തായണല്ലോ അല്ലേ? ജയ് പഠിച്ചുമ്പോള് 9 ഏതാ നേരം പൊക്കോളാം. നമുക്ക് കഥ പറയാ ഇല്ല അപ്പൊ തിന്നറിഞ്ഞാത്ത ഒരു കാലത്ത് കേട്ടില്ല. അതാണ് ആ താത്തന്റെ ആണ് ഞാൻ തിന്ന് ഇപ്പൊ ഇങ്ങനെ ആയിന്നുള്ളൂ. ഇപ്പോഴൊരു താത്താനെ കിട്ടിയിരിക്കണല്ലോ. ഇപ്പോഴും കിട്ടിയൊരു താത്താനെ. ഇപ്പത്തെ താത്ത കുറച്ച് ഇപ്പത്തെ താത്ത കുഞ്ഞാത്ത. ഇപ്പത്തെ എങ്ങനെയാണോ വേഗം തിന്നാന്നില്ല. ഇങ്ങോട്ട് തടി കൂട്ടുക, ഇങ്ങോട്ട് ഇന്നെ അളക്കാൻ പറ്റുക. അതോ നല്ലേ ലേഖം തിന്നാൻ തരിക എന്നിട്ട് തടി കൂട്ടുക. ആരോഗ്യം ഉണ്ടാകാനാ ലേഖം തന്നിട്ട്. അല്ലാതെ ഞാൻ വേണ്ടോടെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് തീരുമാനാക്കാം. ലേഖം വരക്കാൻ വന്നിട്ടാണ് ഈ കാർട്ടൂണും കണ്ടു കുത്തിരിക്കണത്. അവനാണ് പണിക്കുന്നത്. നിങ്ങളെ നോക്കാടി വന്നിട്ട് എന്റെ കുഞ്ഞാവാൻ കുട്ടിയാ. എന്റെ കുഞ്ഞാവാൻ എന്താ വേണ്ട ഞാൻ ചെയ്ത് കൊടുക്കുമല്ലോ. അല്ലെ കുഞ്ഞാവാൻ ഇതിന്റെ ഇതിടണോ? ഇൻസ്റ്റഗ്രാമിൽ ഇടണോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. വാങ്ങ നോക്കണ്ടി ഞങ്ങൾ പേരെ പറഞ്ഞു. എന്താ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേരെന്താ? എന്റെ സ്കാനറിന്റെ പേരാണ് ഇർഷാദ് ബാപ്പു. ഓ കുഞ്ഞാവൻ മാറിയല്ലോ എന്റെ ഇടപെടലോണ്ട്. കുഞ്ഞാവൻ അച്ഛൻ തന്നാ എനക്ക് തരാം. ആ ആയിക്കോട്ടെ, അത് പറ്റും. ഒരു ചേഞ്ച് ആക്കണേ. ചേഞ്ച് ആക്കല്ലേ? ഇതിലാരെ രസമാണ്. ഇത് വെറും ഇത് കച്ചറയാണ്. ഇത് കച്ചറയാണ് അറിയാം അല്ലേ? ഇത് കച്ചറയാണ്. കാച്ചറയാണോ ഇതൊക്കെ ഞാൻ ഇപ്പൊ നിർത്തിത്തരാം. കാലൊട്ടിയായി. ഇത് വരിക അലറീന് എന്തിനേനു ചോദിച്ചോനെ. സിമ്മിനോ സിമ്മടിക്കാൻ വരുമ്പോ കൊടുത്താ പോലെ നിറവിച്ചാൻ പാടില്ല ചേട്ടാ. ഞാൻ പോകുമെന്ന് വിളിച്ചാൻ പാടില്ല. ഞാൻ പോയി കണ്ടിച്ച് നിറവിച്ചേ എന്തിനെ കഴിക്കും. അപ്പൊ ഞാൻ